തന്നെ CM വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുണ്ടാക്കിയ കഥകളെല്ലാം കെട്ടുകഥകളാണെന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ CM പോയിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇങ്ങനെ സംസ്ഥാനത്താകെ വലിയ പ്രചരണം നടത്തുമ്പോൾ അതൊന്നും വിശദീകരിച്ചു പോകുന്നില്ലേ CM എന്നുള്ളത്? കോടതിയിലുള്ള കേസിന്റെ ബന്ധമാണെങ്കിൽ പോയിക്കോട്ടെ, കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടുന്ന മുമ്പിലല്ല വിശദീകരിക്കേണ്ടത്. കോടതി നടക്കട്ടെ കാര്യങ്ങൾ. അങ്ങേ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ ഇടയ്ക്കല്ലേ നടത്തുന്നത്. അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുവോ? നിങ്ങൾക്ക് ബോധ്യാവും ഞാൻ കണക്കാക്കുന്നുണ്ടോ? നിങ്ങളത് തുടരൂല്ലേ? ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിനു മുമ്പ് കേന്ദ്ര ഇറങ്ങിയ സമയത്ത് അത് കേന്ദ്രത്തിന്റെ നീക്കമാണ് എന്ന് അങ്ങ് അടക്കമുള്ളവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങ് അതിന് തയ്യാറാവാത്തത് അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കോ. പക്ഷെ അങ്ങയുടെ മകളുടെ കമ്പനി ഒരു സേവനവും CMRL ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം ഇതിന് സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് കേൾക്ക്. അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെ കുറിച്ചാണ്. ആ സാമാന്യ ബുദ്ധി എന്താണ് ഇല്ലാന്ന് ഞാൻ പറയുന്നത്? ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടുന്നാണ്? എന്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ. അത് റെക്കോർഡ് അനുസരിച്ച് വന്നല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. അല്ല രേഖപ്രകാരമുള്ളതല്ലേ. നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നൽകിയ സേവനമാണ് എന്ന് കമ്പനി പറയുന്നു. നൽകിയ സേവനത്തെ പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചു വെക്കില്ലേ? എന്താ അത് മറച്ചു വെക്കുന്നത്? അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല എന്ന്. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബന്ധപ്പെട്ട വിഷയത്തില് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഈ സംസ്ഥാന സർക്കാർ നേരത്തെ നടത്തിയ നിയമപോരാട്ടത്തിലൊക്കെ ഒരു വിജയമാണ് തമിഴ്നാടിന്റെ ഹർജിയിൽ ഉണ്ടായിട്ടുള്ളത്. തമിഴ്നാടിന്റെ ഹർജിയിൽ നല്ല വിജയമാണല്ലോ ഉണ്ടായത്. അത് അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടായ വിജയമാണ്. അനിയന്ത്രിതമായ രീതിയിലുള്ള അധികാര പ്രയോഗമാണ് നമ്മുടെ ഗവർണർമാര് എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തി വന്നത്. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യം നിങ്ങൾക്ക് നല്ലതുപോലെ ഓർമ്മയുള്ളതാണല്ലോ. അതുപോലുള്ള ഒട്ടേറെ ഇടപെടലുകൾ പല സംസ്ഥാനങ്ങളിലും നടത്തി വന്നതാണല്ലോ. അതിനകത്ത് ശക്തമായ ഭരണഘടനാനുസൃതമായ നടപടിയാണ് ഇപ്പോ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും അത് സംസ്ഥാനങ്ങളുടെ